ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഒറ്റപ്പാലം നഗരസഭയുടെ നടക്കാനിരിക്കുന്ന മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വെറും പ്രഹസനമെന്ന് UDF കൗൺസിലർ മുഹമ്മദ് അലി. ഒറ്റപ്പാലം നഗരസഭയുടെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കെ ആശങ്ക പങ്കുവച്ച് UDF കൗൺസിലർ മുഹമ്മദ് അലി. മെയ് 24 ആരംഭിക്കാനിരിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ സമയത്ത് കാലാവസ്ഥ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് നിരീക്ഷകർ പ്രവചിക്കുന്നതെന്നും അത്തരമൊരു സാഹചര്യത്തിൽ പ്രവർത്തനങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 24-ാം തീയതി മുനിസിപ്പാലിറ്റി തലങ്ങളിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് 18-ാം തീയതി ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം കാലാവസ്ഥ ഈ 26-ാം തീയതി മുതൽ ഒക്കെ തുടങ്ങും എന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിരുന്നത്. വളരെ ചുരുങ്ങിയ സമയമാണ് ഇതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളത്. ശുചീകരണ പ്രവർത്തനം എന്ന നിലയ്ക്ക് യാതൊരുവിധ പ്രവർത്തനവും ഇതുവരെയും കാര്യമായ മേഖലയിലൊന്നും നടന്നില്ല. പ്രധാന കേന്ദ്രങ്ങളിൽ കാര്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഒരു പ്രഹസനമായി മാറുകയാണെന്നും മുഹമ്മദ് അലി ആരോപിച്ചു. ഇത് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഒരു പ്രഹസനമാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം അധികാരികളോട് തേടിയെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നും മറ്റു പല കാര്യങ്ങളെയും പോലെ ഇതും ഒരു പ്രഹസനമായി മാത്രം ഒതുങ്ങുമെന്ന ആശങ്കയാണുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സമഗ്രമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല കാര്യങ്ങളും വിശദമായി ചോദിച്ചെങ്കിലും അതിന് വ്യക്തമായ ഒരു മറുപടി തരാൻ പോലും അധികാര കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റുള്ള പല കാര്യങ്ങളെപ്പോലെ ഇതും ഒരു പ്രഹസനമായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതല്ലാതെ യാതൊന്നും നടക്കാൻ സാധ്യതയില്ല ചുരുങ്ങിയ ദിവസങ്ങളുടെ ഉള്ളിൽ എന്നാണ് അതുമായി ബന്ധപ്പെട്ടത്. നഗരസഭയുടെ മഴക്കാല ശുചീകരണ മാസ് ക്യാമ്പയിൻ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു UDF കൗൺസിലർ മുഹമ്മദ് അലി.